കുറ്റാരോപിതരിൽ നിന്ന് വ്യക്തിഗത ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സുപ്രീം കോടതിയുടെ വിലക്ക്. ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും അടക്കമുള്ള ഉപകരണങ്ങൾ പരിശോധിച്ച് ഉള്ളടക്കങ്ങൾ പരിശോധിക്കുകയോ പകർത്തുകയോ ചെയ്യരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. നവംബറിൽ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി പരിശോധന നടത്തുകയും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിലെ വിവരങ്ങൾ പകർത്തുന്നതിനെതിരെ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കോടതിയെ സമീപിച്ചത്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും വിവരങ്ങൾ എടുക്കരുതെന്നാണ് നിർദ്ദേശം. മാർട്ടിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ലാപ്ടോപ്പിൽ നിന്ന് വിവരം ചോർത്തരുതെന്ന് പകർത്തരുതെന്നും സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. സ്വകാര്യത മൗലികാവകാശമെന്ന വാദം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കോടതിയുടെ പരിഗണനയിലുള്ള പല കേസുകളിലും ഈ ഉത്തരവ് പ്രത്യാഘാതത്തിന് ഇടയാക്കാമെന്നാണ് വിലയിരുത്തൽ. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലും ഓഫീസുകളിലും കഴിഞ്ഞ ദിവസം ഇഡി നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 12.41 കോടി കണ്ടെടുത്തിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. മുംബൈ, ദുബായ്, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ കണക്കിൽപ്പെടാത്ത പണത്തിന്റെ വൻ നിക്ഷേപം നടത്തിയതിന്റെ രേഖകൾ കണ്ടെത്തിയെന്നായിരുന്നു ഇഡിയുടെ അവകാശവാദം. റെയ്ഡിനെ തുടർന്ന് സാന്റിയാഗോ മാർട്ടിന്റെ 6.42 കോടിയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചു. ഈ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. തങ്ങളുടെ ഭരണഘടനാപരവും മൗലികവുമായ അവകാശങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കണമെന്ന് മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഇഡി പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്ത 12 തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പട്ടികയും ഹർജിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ക്ലിക്ക്, ആമസോൺ ഇന്ത്യ കേസുകളടക്കം ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PMLA പ്രകാരം ഇഡി പുറപ്പെടുവിച്ച സമൻസുകളും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതാത് ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉടമസ്ഥനായ വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങൾ വ്യക്തിപരവും വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതുമാണ് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കേണ്ട ആവശ്യകതയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉപകരണങ്ങൾ പരിശോധിച്ച് ഉള്ളടക്കങ്ങൾ പരിശോധിക്കുകയോ പകർത്തുകയോ ചെയ്യരുതെന്ന് സുപ്രീം കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കേസിലാണ് സുപ്രധാന വിധി ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാർട്ടിനുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്.